അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ വന്നിരിക്കുകയാണ് അല്ലേ. എന്താ പറയുക, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ദർ ഇസ് നോ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദ എക്സാമിനേഷൻസ്. ഒരു ഡേ കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ കൂടി സമയമില്ല, നമുക്ക് അടുത്ത ഡേ എക്സാമിനേഷൻ ആണ്. അതും ഓരോന്നും നമ്മുടെ സയൻസിന്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ടേം പോലെ അല്ല, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് 24 hours പോലും ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഈ ടൈം വേണം നിങ്ങൾ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ആ രീതിയിൽ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഉണ്ടാകുന്ന ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. പയ്യെ തിന്നാ പനയും തിന്നാന്നാണ്. അപ്പോൾ ഇതാണ് ആ ടൈം. ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ആ ഒരു ഹറിബറി നിങ്ങൾക്ക് ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദ ടോപ്പിക് ബയോളജി. ബയോളജിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബോട്ടണിയും ഉണ്ട്, സുവോളജിയും ഉണ്ട്. അതിൽ നല്ലോണം ചാപ്റ്റേഴ്സും ഉണ്ട്. കാരണം നമ്മുടെ ബോട്ടണിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് തുടങ്ങി, നമ്മുടെ സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അതുപോലെ സെൽ സൈക്കിൾ, അതുപോലെ അനാട്ടമി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസിന്തസിസ് വരെയാണ് ഉള്ളത്. അപ്പോൾ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവും, ഫോട്ടോസിന്തസിസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ആക്ച്വൽ നമ്മുടെ ഡിസംബർ സിലബസ് പ്രകാരം ഫോട്ടോസിന്തസിസ് കൂടി ഈ പറയുന്ന ഡിസംബർ സിലബസിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എനിവേ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർഫോളജി ആയിരിക്കും. കാരണം മോർഫോളജി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ മോർഫോളജിയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. ഓഫ് കോഴ്സ് ഫോട്ടോസിന്തസിസിൽ നിന്നും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി താരതമ്യേന ക്വസ്റ്റ്യൻസ് കുറവ് വരുന്നത് സെൽ സൈക്കിളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ അനാട്ടമിയിൽ നിന്നുമായിരിക്കും. താരതമ്യേന എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ സെക്കൻഡ് ടേം സിലബസിൽ ഇവരെല്ലാവരും മെയിൻ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ വരും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഫസ്റ്റ് ടേം പോർഷനിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി അധികം സമയം നിങ്ങൾ ചിലവാക്കേണ്ടതില്ല. പക്ഷേ എന്നാലും ഒന്ന് റഫായിട്ട് അതൊന്ന് ഓടിച്ച് നോക്കുക. ഇനി സുവോളജിയുടെ പോർഷൻസിലേക്ക് വരികയാണെങ്കിൽ, യമണ്ടൻ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ അനിമൽ കിങ്ഡം, ആ ചാപ്റ്റർ ആക്ച്വലി ഫസ്റ്റ് ടേം പോർഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ സെക്കൻഡ് ടേമിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ആരാണ് ഇവിടുത്തെ രാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജാവല്ല, രാജാക്കന്മാരാണ്. കാരണം ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ വെയിറ്റേജ് എന്ന രീതിയിലാണ് സെക്കൻഡ് ടേം പോർഷൻസ് സുവോളജിയിൽ വരിക. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന് കൊടുക്കാം. പക്ഷേ ബോഡി ഫ്ലൂയിഡ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അതുപോലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, അതുപോലെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഈ 4 ചാപ്റ്റേഴ്സ് ആക്ച്വലി ഈക്വൽ വെയിറ്റേജ് കാറ്റഗറിയാണ് വരുന്നത്. ഏകദേശം ഒരു 5-6 മാർക്കൊക്കെയാണ് ഓരോ ചാപ്റ്റേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അയാളെ മൂക്കില്ല രാജ്യത്തെ മുർമൂക്കൻ രാജാവ് എന്ന് വിളിക്കാം. അതേ നമ്മുടെ ബയോ മോളിക്യൂൾസ്. സോ ബയോ മോളിക്യൂൾ ചാപ്റ്ററിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു 7-8 മാർക്ക് വരെ നമുക്ക് ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ, അതായത് നമ്മുടെ സെക്കൻഡ് ടേം പോർഷൻസിൽ പറയാനുള്ളത്. പിന്നെ ഒരു കുഞ്ഞൻ ചാപ്റ്റർ കൂടി ഉണ്ട്, അത് ചാപ്റ്റർ എന്ന് പോലും വിളിക്കാനില്ല, ആ ഫ്രോഗിന്റെ സെക്ഷൻ. അപ്പോൾ ഇത്രയും ചേർത്തൊന്ന് പഠിക്കുക. ഫസ്റ്റ് ടേം പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഇത്രയും ആയിരിക്കും നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ആയിട്ട് സെക്കൻഡ് ടേമിന് വരുന്നത്. അപ്പോൾ എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലേ, 10-ലധികം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മക്കളെ, പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. 10 ദിവസം നമ്മൾ എടുത്താൽ പോലും ഓരോ ദിവസം ഒരു ചാപ്റ്റർ വെച്ച് കവർ ചെയ്യുന്ന രീതിയിൽ എടുത്താൽ 10 ദിവസം ഇനിയും നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 day 1 ചാപ്റ്റർ എന്ന രീതിക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. വലിയ ചാപ്റ്റേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡേയ്സ് അതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഒന്ന് പഠിപ്പിച്ച് തീരട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാരണം പഠിപ്പിച്ച് തീർന്ന കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ആദ്യമേ പഠിച്ച് തീർക്കുക. അപ്പോൾ ഇതിനെല്ലാം സഹായിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, ഓഫ് കോഴ്സ്, ടീം സൈലം എത്തുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ മെഗാ മാരത്തോണുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു തരും. പക്ഷെ ഇപ്പോഴേ നിങ്ങൾ തയ്യാറായിരുന്നു കഴിഞ്ഞാൽ ആ റിവിഷൻ നിങ്ങൾക്ക് ഡബിൾ ഇഫക്റ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് എവിടുന്ന് തുടങ്ങും, ഇതുവരെ പഠിച്ചിട്ട് തുടങ്ങിയിട്ട് പോലും ഇല്ല. അങ്ങനെ പേടിച്ചിരിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്കും ഒരു ഓഫർ ഉണ്ട്. നമ്മുടെ അഗ്നി ബാച്ചിന്റെ 30% ഓഫർ ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പോൾ ഇതുവരെ ചാപ്റ്റേഴ്സും തുടങ്ങിയിട്ടില്ല, ചാപ്റ്ററിന്റെ നെയിം പോലും ഇതുവരെ നോക്കിയിട്ടില്ല എന്നുള്ള കുട്ടികൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് പരീക്ഷാ കാലമാണ്. അടിപൊളിയായിട്ട് പഠിക്കൂ, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം.